ദ ഫൈനൽ പ്ലാൻ ഈസ് ഇൻ്റഗ്രേഷൻ. അതായത് സ്വർഗവും ഭൂമിയും യോജിപ്പിക്കുക. സ്വർഗത്തെക്കുറിച്ച് 3 സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈനോക്ക് സ്വർഗത്തിലോട്ട് കയറിപ്പോയി. പിന്നെ മോശ മരിച്ചെങ്കിലും മോശയുടെ ശരീരം എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. പിന്നെ നമ്മൾ പഠിച്ചു മെൽക്കീസേദെക്ക് സ്വർഗത്തിലേക്ക് കയറി പോകുക. ഈനോക്ക് പിന്നെ നമ്മളെപ്പോഴും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കയറി. അപ്പം ഈ സ്വർഗം കണ്ട 2 പേര്, 3-ാം സ്വർഗം കണ്ടു, പൗലോസ് കണ്ടു, അതുപോലെ യോഹന്നാൻ കണ്ടു. ഇതൊക്കെ അപ്പം ഈ ലോകത്ത് ജീവിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുത്തതെങ്കിൽ എന്താണ് എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. പിതാവാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപം. അതായത് എൻ്റെ ഛായയും എൻ്റെ സ്വരൂപമാണ് ഈ മനുഷ്യനെ കാണുന്നത് ദൈവം. പിതാവ് നോക്കുമ്പം എനിക്കിഷ്ടമുള്ള സൃഷ്ടിയാണ്, ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടി എൻ്റെ കൂട്ടിരിക്കുന്ന മക്കളാണ് ഈ മനുഷ്യർ. പക്ഷേ എന്നേക്ക് അവർ പിതാവിൻ്റെ കൂടെ സന്തോഷിക്കാനും ഒന്നിച്ച് സന്തോഷിക്കാനും കുടുംബമായിട്ട് ജീവിക്കാനും ദൈവം ആഗ്രഹിച്ചു. മനുഷ്യൻ പാപം ചെയ്തു. ദൈവം 2 കണ്ടീഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. റോബോട്ട് പോലെ ഉണ്ടാക്കാറുന്നത് ചെയ്തില്ല. സ്വാതന്ത്ര്യം കൊടുത്തു. ദൈവത്തിൻ്റെ സ്വഭാവം സ്വാതന്ത്ര്യമാണ്. അത് സ്വാതന്ത്ര്യം കൊടുത്തപ്പം ദൈവം ആഗ്രഹിച്ചത് എൻ്റെ ചായലായതുകൊണ്ട് അവർ എൻ്റെ കൂടെ നിൽക്കുമെന്ന്. പക്ഷേ മനുഷ്യൻ മണ്ണിൽ നിന്നല്ലേ എടുത്തത്, ഡസ്റ്റ്. ആ ക്യാരക്ടർ കാണിക്കും. അങ്ങനെ മനുഷ്യൻ്റെ അടുക്കൽ പിശാച് വന്നിട്ട് വേണ്ടാത്ത ഉപദേശം കൊടുക്കും. ദൈവം പറഞ്ഞു 2 വൃക്ഷം ഞാൻ ഈ ഏദൻ തോട്ടത്തിൽ വെച്ചിട്ട്, ഒന്ന് ജീവവൃക്ഷം, അത് ഞാനാണ്, യേശു ക്രിസ്തുവാണ്. അതിനെ കഴിക്കാമെങ്കിൽ നീ ഇവിടെ എന്നേക്കും ജീവിക്കുക, ഒരു പ്രശ്നമില്ല, എല്ലാ കാര്യവും ഞാൻ നോക്കും. 2 ജീവൻ്റെ നന്മതിന്മയുടെ വൃക്ഷം, അതായത് പാപത്തെക്കുറിച്ചുള്ള നന്മയും തിന്മയും അറിയാനുള്ള നോളജ്, ബുദ്ധിയുടെ ജ്ഞാനം നീ തന്നെ പ്രാപിച്ചെടുക്കുന്ന വൃക്ഷം. അത് നീ കഷ്ടപ്പെട്ടുണ്ടാക്കണം. എന്ത് ചെയ്തു? പിശാച് വന്നോണ പറഞ്ഞ് ആ നുണയ്ക്കകത്ത് അടിമയായിട്ട് അവ്വ ആദ്യ പാപം ചെയ്തു. ആ ആദം പുറകെ പോയി. 2 പേരും ഒരുപോലെ ദൈവത്തിന് പ്രീതിയല്ലാത്തത് ചെയ്തതിനാൽ പരദീസ നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് മരിച്ചു. അന്ന് തൊട്ട് നമ്മൾ ആത്മാവില്ലാത്ത പ്രൊഡക്ഷനാണ്. 2 തലം മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ദേഹിയും ദേഹവും. അതിനാൽ ആത്മാവില്ല. അങ്ങനെ അലഞ്ഞു നടക്കുന്ന മനുഷ്യരെ കണ്ട് സ്വർഗത്തിൽ പിതാവ് കരയുമ്പം യേശു പറയുന്നു, എന്നെ അയക്ക്, ഞാൻ പോകാമെന്ന്. അങ്ങനെ യേശു ക്രിസ്തു കാലത്തികവിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനായിട്ട്, അങ്ങനെ വന്ന് മനുഷ്യനായിട്ട് ജീവിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, പാപവും ദൈവവും കൂടെ ചേരത്തില്ല, പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശുമരണമേറ്റ് അവൻ്റെ രക്തം കൊടുത്ത് നമ്മളെ, പാപികളാന്ന് നമ്മളെ, അവൻ്റെ രക്തം മറുവിലയായിട്ട് കൊടുത്ത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കും. അതുകൊണ്ടാണ് ക്രൂശുമരണത്തിൻ്റെ കഴിയുമ്പം ആദ്യം നമ്മൾ കാണുന്നത് ശനിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ക്രൂശുമരണം കഴിഞ്ഞെങ്കിൽ ശനിയാഴ്ച ദിവസം നമ്മൾ ആചരിക്കുന്നത് പാതാളത്തിലേക്ക് എന്നിട്ട് യേശു ക്രിസ്തു ആദത്തിൻ്റെ കൈക്ക് പിടിച്ച് പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പറുദീസയിൽ തിരിച്ചു കൊണ്ടുപോവാണ്. എത്ര നാൾ ആദം ആഗ്രഹിച്ചാണ്, എനിക്കോ തെറ്റുപറ്റി, എൻ്റെ മകൻ വന്ന് എന്നെ രക്ഷിക്കുമെന്ന്. കാലങ്ങൾ കടന്നുപോയി. പക്ഷെ ദൈവത്തിൻ്റെ സമയമായപ്പം ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ കൊണ്ട് തന്നെ ആദത്തിനെ തിരിച്ച് ഏദൻ തോട്ടത്തിൽ, ആദവും ഹവ്വായും ഇപ്പോൾ തിരിച്ച് ഏദൻ തോട്ടത്തിൽ ചെന്നിട്ടുണ്ട്. മനുഷ്യകുലത്തിനെ തിരിച്ചെടുത്ത് പിതാവിനോട് ചേർക്കാനാണ് യേശു വന്നത്. നമ്മൾ പറയും ക്രൂശുമരണം വന്നത് പാപമേറ്റെടുക്കുന്ന മെയിൻ പർപ്പസാണ്. അതിലുപരിയായിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 3 സ്വർഗ്ഗം അറിഞ്ഞിരിക്കണം. 3-ാം സ്വർഗമെന്ന് പറയുന്നത് ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്. അത് യെശയ്യാ 6 പറയുന്നുണ്ട്, വെളിപ്പാട് 4 പറയുന്നുണ്ട്, വെളിപ്പാടിൻ്റെ പല ഭാഗത്തും പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വർഗമെന്ന് പറയുന്നത് പിതാവിരിക്കുന്ന സ്ഥലത്ത് മക്കളാണ് നമ്മൾ ചെല്ലണമെങ്കിൽ 2-ാം സ്വർഗത്തിലുള്ള പിശാചിൻ്റെ ദൂതനും ദൈവത്തിൻ്റെ ദൂതഗണങ്ങളും എപ്പോഴും യുദ്ധമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്നുണ്ട്, ഈ സൂര്യചന്ദ്രനൊക്കെ ശക്തിയുണ്ട്, അതിനെ നമ്മൾ നമസ്കരിക്കരുത്. പക്ഷെ അതിനൊരു ശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്, അതിന് ജാതികൾക്ക് വിട്ടുകൊടുത്തിട്ട്. അതുകൊണ്ടാണ് ഈ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പം ഭ്രാന്ത് കൂടും, ഭ്രാന്ത് കുറയും എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതിനൊക്കെ ഒരു ശക്തിയുണ്ട്. പക്ഷെ അതിനെ സ്തുതിക്കാൻ, അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം നമ്മളെ വിടത്തില്ല. കാരണം നമ്മൾ ദൈവത്തിന് ഇത് അറിയണം, ഞാൻ ആരെന്ന്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, എന്നെ ദൈവം തിരഞ്ഞെടുത്താണ്. ആ അറിവാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. അങ്ങനെയാകുമ്പം ഈ ദൈവത്തിന് നമ്മളെ തിരിച്ച് പിതാവിനോട് പുത്രൻ നമ്മളെ ആക്കുമ്പം നമ്മൾ പുത്രനോട് സന്തോഷം പറയണം, നന്ദി പറയണം. അവൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തതിന് എന്നും നന്ദി പറയണം. അപ്പം നമ്മൾ
ഈ സ്വർഗീയ കോടതിയിലിരുന്ന് ലെജിസ്ലേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി നമുക്കിപ്പം ദൈവം തന്നിരിക്കുക. നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കാം. ദൈവം പഴയ നിയമത്തിൽ കാണുന്നുണ്ട് മോശയോട്, ഞാൻ ഈ ജനതയെല്ലാം നശിപ്പിക്കാൻ പോവാം, കാരണം ഒറ്റ ഒരെണ്ണം അനുസരണയില്ല. അപ്പോൾ മോശ എന്താ, മോശ നടുമ്പാട് കമന്ന് കിടന്നു വെച്ചു, അയ്യോ ചെയ്യരുതേ, ഈജിപ്തുകാർ പറയും നിങ്ങളുടെ ദൈവം കൊണ്ടുപോയി മരുഭൂമി കൊണ്ട് കൊന്നെന്ന്, അങ്ങനെ കേൾപ്പിക്കല്ലേ. അതോടെ ദൈവം അഭിപ്രായം മാറ്റി. അപ്പം മനുഷ്യൻ പറയുന്നത് കേൾക്കുമല്ലോ, നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു ദൈവമാണ്. ലെജിസ്ലേറ്റീവ്, അയ്യോ അങ്ങനെ ഉപദ്രവിക്കല്ലേ, തലമുറ നശിച്ചു പോകാൻ വിട്ടുകളയല്ലേ, ഒരു വർഷം കൂടെ വളമിട്, നീ എന്തെങ്കിലും ഇടപെട്ടേ ഒക്കത്തുള്ളൂ, നീ തീരുമാനം എടുത്തേ ഒക്കത്തുള്ളൂ. കള്ളുകൂടി അവൻ്റെ മാറ്റണം, കൂട്ടുകാരെ എടുത്ത് മാറ്റണം, ലോകപ്രകാരമായ ചിന്തകൾ മാറി ആത്മാവിലാക്കാൻ. വിളിയുള്ള കുഞ്ഞ, ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്നു, കുരിച്ചു വരട്ടെ, തിരിച്ചു വരട്ടെ, യഥാസ്ഥാനപ്പെടുത്ത്, ദൈവത്തിൻ്റെ ബുദ്ധി കൊടുക്കുക, പ്രാർത്ഥിക്കുക. ചെയ്യുമെന്ന് ദൈവം ചെയ്തു തരും. കർത്താവ് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ അയച്ചുകൊണ്ടേയിരിക്കണം. കർത്താവിനോടൊരു കാര്യം പറഞ്ഞാൽ കർത്താവ് ഉടനെ ചെയ്തില്ല എന്നിരിക്കും, കാരണം അവൻ്റെ സ്വഭാവം ചൊവ്വാക്കാൻ വേണ്ടി. പക്ഷെ ദൈവം അത് ഒരിക്കലും മറക്കൂല. തക്ക സമയത്ത് ഡിവൈൻ ടൈം അവൻ ഇറങ്ങി വരും. സത്യം സ്വതന്ത്രമാക്കണം. വി ലിവ് വിത്ത് എ ഫുട്ട് ഇൻ ഹെവൻ ആൻഡ് 1 foot in on earth. അതായത് നമ്മൾ ഇപ്പോൾ ഇത്ര സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ സ്വർഗത്തിലാണ് എൻ്റെ മെയിൻ ഭവനം. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തേച്ചു, പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോൾ എവിടെ ഉറങ്ങുന്നു? ദൈവത്തിൻ്റെ മടിയിലല്ലേ. ആർക്കറിയാം ഉണരുമോന്ന്, പക്ഷെ ഉണർത്തുന്നില്ലേ അവൻ്റെ വിശ്വസ്തത. നമ്മുടെ ജോലി തീരുന്നിടം വരെ ഒരു ദുഷ്ടനും തൊടൂല, ഒരു പാമ്പും ഒരു തേളും നമ്മളെ ചവിട്ടത്തില്ല. അതിനൊക്കെ ചവിട്ടിക്കൊല്ലാൻ നമുക്ക് അധികാരം തന്നിരിക്കുക. ഇതറിയണം നമ്മൾ. ദൈവത്തിൻ്റെ ദ ഗോൾ ഈസ് എക്സ്പാൻഷനാണ്. ദൈവത്തിൻ്റെ രാജ്യം, സ്വർഗരാജ്യം, ദൈവരാജ്യം വിശാലമാക്കണം. ദൈവത്തെ അറിയാത്ത എത്രയോ മക്കൾ ഇടതും വലതും ഉണ്ട്. ജാതിയോ അജാതിയോ വിശ്വാസിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെയൊക്കെ യേശുവിലേക്ക് അടുപ്പിക്കാനും നമ്മളെ ആക്കിയത്. ഈ വചനം ചെന്ന് പ്രവർത്തിക്കട്ടെ. വാട്ട് ഈസ് റൂട്ടഡ് വിത്ത് ക്രൈസ്റ്റ് റിമെയിൻസ്. ക്രിസ്തുവിൽ പണിതത് അല്ലെ വേരൂന്നുന്നത് നിലനിൽക്കും, അല്ലാത്തൊക്കെ ഇടിഞ്ഞു പോകും. അവർ ഇറ്റേണൽ ഹോം ഈസ് കമ്മിങ് ഹിയർ, ഗ്ലോറി ഈസ് കമ്മിങ് ഡൗൺ. അപ്പോൾ നമ്മൾ ഫൈനൽ ഇൻവിറ്റേഷൻ എന്ന് വെച്ചാൽ 3 heavens അൺവെയിൽ ചെയ്തു. അതായത് തിരശ്ശീല മാറിയപ്പോൾ മുകളിൽ നിന്ന് താഴെ വരെയുള്ള തിരശ്ശീല 2ആയിട്ട് പിളർന്ന് മാറിയപ്പം 1, 2, 3 എന്നുള്ള സ്വർഗത്തിൻ്റെ ഡിവിഷൻ മാറിയിട്ട് ആവശ്യമുള്ളവർക്ക് സ്വർഗത്തിൽ എപ്പോൾ വേണേലും കയറിച്ചല്ല ഇപ്പം. അപ്പോൾ അവിടെ ഒരു രക്ത ഉടമ്പടി ഉറപ്പിച്ചു തരികയാണ്. എന്താണ് രക്ത ഉടമ്പടി? കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ ദൈവം, നീ എൻ്റെ ജനത. വെളിപ്പാട് വരുമ്പോൾ പിന്നെ സൂര്യനും ചന്ദ്രനും ഈ കാണുന്ന ഒന്നും വെട്ടം തരുന്നില്ല. എനിക്ക് വെട്ടം തരുന്ന നിത്യപ്രകാശമാണ് യഹോവ. അവിടെ കൂടാരമൊന്നും വേണ്ട, എൻ്റെ ദൈവം അവിടെ കൂടാരം. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുകയാണ്. എന്തിനും അവിടെ ദൈവം പറയും, മക്കളെ കടന്നു വാ, ഞാൻ നിന്നെ രക്തം കൊടുത്ത് വാങ്ങിച്ച എൻ്റെ കൈയുടെ ഇവിടവും ദൈവത്തിൻ്റെ ഇവിടവും കൂടെ മുറിച്ചിട്ട് 2 കൂടെ ചേർക്കും. രക്ത ഉടമ്പടി ഉറപ്പിക്കുന്നു. നഷ്ടപ്പെട്ട മക്കളെ ഞാനല്ലേ തിരിച്ചു, ഞാനല്ലേ പറഞ്ഞത് കൊണ്ടുവരുന്നു. ഉറപ്പും ധൈര്യമായിട്ടിരിക്കും, ഞാൻ അവരെ കൊണ്ടുവരും, എൻ്റെ വാക്കല്ലേ, വിശ്വസിക്കുക എന്ന് പറയുന്ന ദൈവം ഇറങ്ങി. അനേക മക്കൾക്ക് ഇതൊരു വിടുതലാണ്. നമ്മൾ ദൈവത്തിനെ അങ്ങ് സ്തുതിക്കുക. പക്ഷെ നമ്മുടെ മുമ്പിൽ പോയിട്ട് ഇരുമ്പോടാമ്പളെ കണ്ടിച്ച് താമ്രവാലി ഉടച്ചു മാറ്റി സ്വർഗത്തെ നമ്മളെ കയറ്റിയിരുത്തി തേനിലും തേൻകട്ടയിലും മധുരമേറിയ വചനം കൊണ്ട് നമ്മളെ നിറച്ച് ഭൂമിയിലോട്ട് അഴിച്ചു വിടുമ്പോൾ അതങ്ങോട്ട് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് പ്രാപിച്ചെടുക്കും. തലമുറകളുടെ മേൽ അനുഗ്രഹം നിത്യജീവൻ കൊടുത്തിരിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി പറയുക. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാം ഉത്തരം തന്നിരിക്കും. നമുക്ക് സ്തോത്രം ചെയ്യും. നാഥ, സ്തുതിയും സ്തോത്രമല്ല, ഒന്നും പറയാനില്ല. നിൻ്റെ മുമ്പിൽ വന്ന് 3 സ്വർഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു വാഞ്ചയിട്ട് തന്ന് അത് പഠിപ്പിച്ചെടുത്ത് സത്യങ്ങളെ മനസ്സിലാക്കി ചെന്ന് അനേക മക്കൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കും. അത് അനേകർക്കും ഞങ്ങൾക്കും തലമുറകൾക്കും 1000 തലമുറ വരെ ഐശ്വര്യമായിട്ട് തീരട്ടെ. സ്വർഗം ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരണം. മനുഷ്യപുത്രന്മാരോട് ഒന്നിച്ച് ജീവിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണല്ലോ യേശു വന്നിട്ട് പലപ്പോഴും മനുഷ്യപുത്രൻ എന്ന് അഡ്രസ്സ് ചെയ്ത്, ദൈവപുത്രൻ എന്നല്ല. മനുഷ്യ മക്കൾ ഞങ്ങൾ നിനക്ക് വിലപ്പെട്ടവർ. ഞങ്ങൾ സ്വർഗത്തിൽ കയറി വരും ഇറങ്ങി വരും, കയറി വരും ഇറങ്ങി വരും. അവിടുന്ന് കാണുന്നതെല്ലാം ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പഠിപ്പിക്കുക. യേശു അത് തന്നെയാണ് ചെയ്തത്. പിതാവ് ചെയ്യുന്നത് കണ്ടിട്ട് അതല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നു യോഹന്നാൻ്റെ 6 അങ്ങനെ തന്നെ. അങ്ങനെയെങ്കിൽ ഞങ്ങളും അത് തന്നെ പറയും. പിതാവ് പുത്രനും കാണിക്കുന്നതല്ല ഒന്നും ഞങ്ങൾക്കും വേണ്ട. ഞങ്ങളുടെ തലമുറയിൽ
ഒക്കെ ഒഴിഞ്ഞു മാറട്ടെ, തള്ളിമാറ്റ് മാറ്റി വെച്ച് നേർവഴിക്ക് കൊണ്ടുവന്നാട്ടെ. നാഥൻ കൈക്ക് പിടിച്ചിരിക്കുന്നതിനാലും നിൻ്റെ ശാശ്വത ഭുജങ്ങളിൽ അവരെ സൂക്ഷിച്ചിരിക്കുന്നതിനാലും ഒരിക്കലും അവരെ വിട്ടുകളയാതെ ഹണ്ടിങ് ഡൗൺ ടു ബ്രിങ് ദം ബാക്ക്. അതായത് വേട്ടപ്പട്ടി പോയിട്ട് ഇരയെ കണ്ടുപിടിക്കുന്നത് പോലെ തീഷ്ണതയോടെ എൻ്റെ ദൈവം കടന്നു വന്ന് നഷ്ടപ്പെട്ട തലമുറകളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ സ്വർഗരാജ്യം വലുതാക്കണമേ. സ്വർഗത്തിലെ പോലെ ഇവിടെ ചെയ്തെടുക്കാൻ കഴിവുള്ള കുറേ ആളുകളെ ഉണ്ടാക്കിയെടുക്കണമേ. ആ പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. നീയും ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മാറാതെ പോകട്ടെ. പക്ഷേ നീ ആത്മാവ് ഞങ്ങളെ ഒന്നിച്ചാക്കിയത് എന്നേക്കുമുള്ള ഇറ്റേണൽ ലൈഫിനെ തന്നു, നിത്യമായ ജീവൻ. അതിന് ഞങ്ങൾ നന്ദി പറയും. വേറൊന്നും ആവശ്യമില്ല, വേറൊന്നും ചെയ്തില്ലേലും നിത്യമായ രക്ഷയെ തന്നല്ലോ. അതിന് സാഷ്ടാംഗം വണങ്ങി സ്തോത്രം ചെയ്തു. തലമുറയ്ക്കും അത് കൊടുക്കുന്നു. പ്രാപിച്ചെടുത്തോട്ടെ, കൃപയിൽ പൊതിഞ്ഞാട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.